തിരുവനന്തപുരം മംഗലപുരത്ത് കാട്ടുപോത്തിനെ കണ്ടെത്തി. തലക്കോണത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ജീവനക്കാരും നാട്ടുകാരുമാണ് പോത്തിനെ കണ്ടത്. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. MG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തിരുവനന്തപുരം മംഗലപുരത്ത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കാട്ടുപോത്തിനെ കണ്ടത്. മംഗലപുരം ടെക്നോസിറ്റിക്ക് സമീപമുള്ള ഈ നാട്ടുകാരും അവിടുത്തെ ജീവനക്കാരുമാണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത്. പക്ഷേ ആദ്യഘട്ടത്തിൽ കാട്ടുപോത്താണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായില്ല. തുടർന്ന് മംഗലാപുരം പോലീസ് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. പാലോട് ഡിവിഷനിൽ നിന്ന് രാവിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി ഈ കാട്ടുപോത്തിനെ നിലവിൽ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടെക്നോസിറ്റിക്ക് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഈ പ്രദേശങ്ങളാണ്, ഭൂമിയാണ്. ഇവിടെ ഈ കാട്ടുപോത്തുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് കാട്ടുപോത്തുണ്ട് എന്നതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. കൃത്യമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇവിടെ നിന്ന് കാട്ടിലേക്ക് തിരികെ കയറ്റുക പ്രയാസകരമാണ്. കാരണം 35 കിലോമീറ്ററോളം ദൂരമുണ്ട് വനമേഖലയിലേക്ക് ഈ മംഗലപുരത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വയ്ക്കുക എന്നുള്ള ഒരു പ്രായോഗികമായ നടപടിക്രമങ്ങളിലേക്ക് മാത്രമാകും വനംവകുപ്പിന് ഇനി പോകാൻ കഴിയുക. അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ഉൾപ്പെടെ വേണം. ഇക്കാര്യങ്ങൾ മുകളിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നതാണ് നിലവിൽ പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും ഒപ്പം DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്ന കാര്യം. നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം തൊട്ടടുത്ത വനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. മയക്കുവെടി വയ്ക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പോകും. ആദ്യം അതിനെ ട്രാക്ക് ചെയ്യണം, പിന്നെ അനിമലിനെ മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്യണം, അതിന്റെ ഒരു അസസ്മെന്റ് നടത്തണം. ഇനി അന്തിമ ഒരു അനുമതിക്ക്, മയക്കുവെടി വെക്കാനുള്ള ഒരു അന്തിമ അനുമതിക്ക് കൂടി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അപ്പോഴും ഇത്രയും ദൂരം വനമേഖലയിൽ നിന്ന് 30-35 കിലോമീറ്റർ താണ്ടി എങ്ങനെ മംഗലപുരം മേഖലയിൽ ഈ കാട്ടുപോത്ത് എത്തി എന്ന കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കാട്ടുപോത്തിനെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മയക്കുവെടി വെക്കാനുള്ള നടപടികളാണ്. അതിനുശേഷം നടത്തുന്ന പരിശോധനകളിൽ മാത്രമേ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇനി കാട്ടുപോത്തിന് മയക്കുവെടി വയ്ക്കാനുള്ള നടപടികളിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം MG പ്രതീഷ്, 24.